ഇതിൻ്റെ അകത്ത് പുതുമയൊന്നും ഇല്ലല്ലോ നിഷാദേ. ഇവിടെ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് തുറന്നു പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ BJP ഒഴിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഞങ്ങളുടെ മധുരം നുണഞ്ഞിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞ കാര്യമായത്. അതുകൊണ്ട് കാര്യം ഇവർക്ക് രണ്ടു പേർക്കും ഇപ്പോൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ സംഘടിത ന്യൂനപക്ഷ വോട്ടുകൾ അത്യാവശ്യമാണ്. അതിനുവേണ്ടി നടത്തുന്ന പെടാപ്പാടും നെട്ടോട്ടവുമാണ് ഈ കാണിക്കുന്നതും മുഴുവനും, ഈ കാണിച്ചു കൂട്ടുന്നതും മുഴുവനും. ഇതിൻ്റെ അകത്ത് പുതുമയൊന്നുമില്ല. ഇതൊരു ചർച്ച ചെയ്യേണ്ട വിഷയം പോലുമല്ല. കാര്യം ഇത് എവിഡൻ്റാണ്. ഇത് എത്രയോ കാലമായി ഇവിടെ നടക്കുന്നു. ഇന്നാണോ ഇന്നലെയാണോ MA ബേബി പറഞ്ഞിരിക്കുന്നത് PDP പഴയ PDP അല്ല, മദനി എന്താണ് മതേതരവാദിയാണ്. ഇതെല്ലാം പറയുന്നുണ്ട് ഇവരെ. ഇന്ന് സമസ്തയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പെണ്ണുങ്ങൾക്കൊന്നും ഇങ്ങനെ സീറ്റ് കൊടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്, ജനറൽ സീറ്റിൽ പെണ്ണുങ്ങളെ നിർത്താൻ പറ്റില്ല, എന്താ കാര്യപ്രാപ്തിയുള്ള മിടുക്കന്മാരായ ആണുങ്ങളുള്ളപ്പോൾ എന്തിനാണ് ഈ പെണ്ണുങ്ങളെയൊക്കെ ഇലക്ഷന് നിർത്തുന്നത് എന്ന് ഒരൊറ്റ ഇവർ സ്ത്രീപക്ഷവാദികളെന്ന് അവകാശപ്പെടുന്ന ഇവർ മിണ്ടുവോ? വായ തുറക്കുവോ? മിണ്ടില്ല. ഈ നാട്ടിലെ ഫെമിനിസ്റ്റുകൾ മിണ്ടുവോ? ഇത്ര എന്തൊരു വലിയ സ്ത്രീവിരുദ്ധ പ്രസ്താവനയാണ് നടന്നത്. മിണ്ടുവോ? മിണ്ടില്ല. കാര്യം ഈ പറയുന്നത് മുഴുവൻ കള്ളത്തരവും കാപട്യവുമാണ്. ഒരു കാര്യം അത് ഞാൻ നാടിയാണ്, സമസ്തയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല അത്. സമസ്തയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല. പക്ഷെ സമസ്തയുടെ ഒരു പ്രധാന പണ്ഡിതനാണ് ഈ പറഞ്ഞത് നിഷാദേ, കേരളത്തിലെ ഒരു RSS നേതാവായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും ഒരു ലോക്കൽ നേതാവായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ഈ പ്രൈം ടൈം ചർച്ചയുടെ വിഷയം ആവില്ലായിരുന്നോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാണ് പറയുന്നത്. നിങ്ങളടക്കം കള്ളത്തരവാണ് കാണിക്കുന്നത്, കാപട്യമാണ് കാണിക്കുന്നത്. നിങ്ങൾ പറയുന്ന മതേതരത്വം കപടതയാണ്. നിങ്ങൾ പറയുന്ന സ്ത്രീപക്ഷവാദം കപടമാണ്, കള്ളമാണ്. ഇത് ഓരോ നിമിഷവും ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇവിടെ SDPI CPM-നെ സപ്പോർട്ട് ചെയ്യുന്നോ ഇത് ആർക്കറിയാൻ വയ്യാത്തത്? എന്താണ് ഇവിടെ കാര്യം? ഈ സംഘടിത ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഏത് ലെവൽ വരെ ഇവർ പോകും? ഇവിടെ VD സതീശനാണല്ലോ ഇപ്പം ഇവിടുത്തെ കേരളത്തിലെ പ്രഖ്യാപിത മതേതരത്വത്തിൻ്റെ ഉസ്താദ് അല്ലെങ്കിൽ അപ്പോസ്തലൻ. ഇവരുടെ കൂടെ നിൽക്കുന്ന ഇവരുടെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ KM ഷാജി പറഞ്ഞ ഇത് എത്ര ഇതാണ്. ഞാൻ KM ഷാജിയെ കുറ്റം പറയില്ല. കാര്യം അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു. അതാണ് ആർജവം എന്ന് പറയുന്നത്.